ഈ വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ റിസൾട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് 10th +1 ഓർ +2 നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ എന്തായാലും വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് 5A+ ഉള്ളുവെങ്കിലോ അല്ലെങ്കിൽ ഫുൾ A+ ഉണ്ടെങ്കിലോ അല്ല മാർക്സ് കുറവാണെന്നുണ്ടെങ്കിലോ പെർസെൻറ്റേജ് ലോ ആണെന്നുണ്ടെങ്കിലോ ഒന്നും ഒരു പ്രശ്നമല്ല. എല്ലാവരും ഈ ഒരു വീഡിയോൻ്റെ താഴെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒരാളും നിങ്ങളുടെ മാർക്കിനെയോ പെർസെൻറ്റേജിനെയോ വെച്ചിട്ട് ടീസ് ചെയ്യാൻ പോകുന്നില്ല. എല്ലാവരും നിങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കമൻറ്റ് സെക്ഷനിലുള്ള എല്ലാവരും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഗ്രാജുലേറ്റ് ചെയ്യുക ഈച്ച് അതർ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അവന് കിട്ടിയില്ല ഇവൾക്ക് കിട്ടി അതൊന്നും ആലോചിക്കാണ്ട് നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുക. ഈ കമൻറ്റ് ബോക്സിൽ എന്തായാലും ആരും നിങ്ങളെ ടീസ് ചെയ്യാനായിട്ട് പോകുന്നു. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനാമിക. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിസൾട്ടൊക്കെ വരാറായിട്ടുണ്ട്. സോ റിസൾട്ട് എന്താകും എങ്ങനെയാകും എന്നുള്ളതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യം റിസൾട്ടുമായിട്ട് നിങ്ങൾക്ക് മൈൻഡിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾക്ക് കുറച്ച് ആൻസേഴ്സ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാ ടെൻഷൻസും മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നവരുടെ റിസൾട്ട് 10th +1 +2 എന്നിവരുടെയാണ്. +1 മേ ബി കുറച്ചും കൂടെ കഴിഞ്ഞ് +2 ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും റിസൾട്ട് വരുന്നുണ്ടാവുക. ബട്ട് 10th +2 ഇപ്പോൾ തന്നെ ഉടൻ തന്നെയായിട്ട് വരുന്നുണ്ടാവും. അപ്കമിങ് ഒരു 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും റിസൾട്ട് എന്തായാലും പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. കുറേ പേര് റിസൾട്ട് എന്താകും എന്നുള്ള ടെൻഷനിലായിരിക്കും. കുറച്ച് പേരുടെ മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ എനിക്ക് അത്ര റിസൾട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ മാർക്ക് കുറവാണെങ്കിൽ എനിക്ക് ഫുൾ A+ ഒന്നും കിട്ടിയില്ലെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താണ് ചെയ്യുക? വീട്ടുകാരത് പറയില്ലേ, നാട്ടുകാരത് പറയില്ലേ, അല്ലെങ്കിൽ അവൾക്കുണ്ടാവും അവനുണ്ടാവും കൂടുതൽ, ഞാൻ എന്താ ചെയ്യുക? 10th +2 +1 നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഒരേ ഒരു നുണയാണ്, ദിസ് ഇസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് യുവർ ലൈഫ്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലടാ. നമ്മുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അവിടെ ആ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ആരാ? നമ്മളല്ലേ. നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടും. പക്ഷെ ഒരിക്കലും 10th +2 +1 ഇതിൻ്റെ ഒന്നും റിസൾട്ട് ഫുൾ A+ കിട്ടുന്നതാണ് നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിൻ്റെ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th ഇവരിത് പറയും ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന്, +1 പറയും ഇതാണ് ടേണിംഗ് പോയിന്റ്, +2 പറയും ഇതാണ് ശരിക്കുള്ള ടേണിംഗ് പോയിന്റ്, ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് കോളേജിലെത്തുമ്പോൾ പറയും ശരിക്കും ഇതാണ് ടേണിംഗ് പോയിന്റ്. ഇതിലേതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? പക്ഷെ ശരിയാണ് കേട്ടോ. 10th പഠിക്കുമ്പോൾ ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ച് രാവ് പകലില്ലാണ്ടിരുന്ന് പഠിച്ചു. കാരണം ഫുൾ A+ ഇല്ലെങ്കിൽ നാട്ടുകാരുടെ മൊത്തം നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടേ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ റിസൾട്ടിൽ ഫുൾ A+ ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങളുടെ മാന ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഈ 10th ഫുൾ A+ എന്ന് പറയുന്നതും +2 ഫുൾ A+ എന്ന് പറയുന്നതും നിങ്ങൾക്ക് ജസ്റ്റ് അടുത്ത അപ്കമിങ് ആയിട്ടുള്ള ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസിലേക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു അഡ്മിഷന് വേണ്ട ഒരു ക്രൈറ്റീരിയ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ അതിൽ നല്ല മാർക്സ് മേടിക്കുന്നത് എന്തിൻ്റെ ഒരു ഉദാഹരണമാണ്? നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ലൈവായിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ്സ് എന്ന് പറയുന്നത്. സോ അതൊരിക്കലും എന്താ പറയുക മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നില്ല, അതൊരു പ്രാക്ടിക്കലി അതൊരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 10th നിങ്ങൾക്ക് നല്ല ഗുഡ് മാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 നല്ലൊരു അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ +2 നിങ്ങൾക്ക് ഗുഡ് മാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് ഈ ഫുൾ A+ അല്ലെങ്കിൽ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഫുൾ A+ ഇല്ലാത്ത 5A+, 4A+ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും എന്താ അഡ്മിഷൻ കിട്ടുന്നില്ലേ? എടാ, എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ് എന്നൊന്നും പറയാറില്ല. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ A+ കിട്ടിയ ടൈമിലും 10th ഫുൾ A+ കിട്ടിയ സമയത്ത് വേറൊരു കുട്ടിക്ക് 8A+ 6A+ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ കുട്ടിയും ഞാനും പഠിച്ചത് സെയിം സ്കൂളിലാണ് +1 +2. സോ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലായില്ല. അപ്പോൾ അത് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത്രയും കണ്ട് ടെൻഷൻ അടിക്കാനുള്ള അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ഓക്കെ, അവന് 5A+ കിട്ടി എനിക്ക് ഇത്ര A+ ഉള്ളൂ എന്ന് പറഞ്ഞ് കരയേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഓൾറെഡി അല്ലേ. നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, നിങ്ങൾ എക്സാം എഴുതി, എല്ലാം കഴിഞ്ഞു. എല്ലാത്തിൻ്റെയും ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം, നിങ്ങൾ എത്രയും നാൾ ചെയ്തതിൻ്റെ ഒരു ഔട്ട്കമാണ് ഇപ്പോൾ വരുന്ന ഈ സൈറ്റിൽ ലോഡ് ആവാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ മാത്രം കാണുക, അല്ലാണ്ട് അവന് കൂടുതൽ കിട്ടി അവൾക്ക്
കൂടുതൽ കിട്ടി, അങ്ങനെയൊന്നും നിങ്ങൾ ലൈക്ക് അത് ആലോചിച്ച് വിഷമിക്കേണ്ടെന്നാട്ടോ പറയണം, അല്ലാതെ ജലസി ക്രിയേറ്റ് ചെയ്യണമെന്നല്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ, ബാക്കി എല്ലാവർക്കും ഇത്രയും ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ പേര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും എനിക്ക് എന്തായാലും ഇത്ര മാർക്സ് കിട്ടും, ഉറപ്പായിട്ടും എനിക്ക് ഫുൾ A+ കിട്ടുന്ന ഫുൾ കോൺഫിഡൻസിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച്. ഓക്കെ, നിങ്ങൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു ട്രാജഡി സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളെ കൊണ്ട് താങ്ങാനായിട്ട് പറ്റില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ വിഷമം വരും. സോ അതൊരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്ത വർക്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ഉറപ്പാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടും, അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ഓവറായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാനോ ആരോടും പോയിട്ട് പറയാനോ ഒന്നിനും തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് മാർക്സ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര സങ്കടം. ഇത് പറയാനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +1 എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. +2 ഞാൻ അത് തന്നെ പ്രതീക്ഷിച്ചു. ഞാൻ സ്റ്റേറ്റ് സിലബസ് ആണ്, അപ്പോൾ +1 നമ്മൾ +2 ബോർഡ് തന്നെയാണല്ലോ എഴുതിയിരുന്നത്. പക്ഷേ +2 റിസൾട്ട് വന്നപ്പം എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സബ്ജക്റ്റിൽ മാത്രം എനിക്ക് വെറും 3 മാർക്കിന് A+ പോയി. ആലോചിക്കണേ, 3 മാർക്കിന്. അപ്പോൾ അത്രയും വർക്ക് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് 3 മാർക്കിന്, ഒരു 10-15 മാർക്കിനാണെങ്കിൽ ഞാൻ പോട്ടെ എന്ന് വെക്കും, ഇതൊരു 3 മാർക്കിന് അതിൽ മാത്രം A+ പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒട്ടും തലയിൽ കയറാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഞാൻ ഫുൾ A+ കിട്ടാൻ വേണ്ടി അത് മാത്രം ഞാൻ കുത്തിയിരുന്ന് കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അതിൽ വെറും 3 മാർക്കിന് A+ പോയപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ എന്നെപ്പോലെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഒത്തിരി എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവസാനം അത് കിട്ടാണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് വിഷമമാവില്ലേ? അതുകൊണ്ടാണ് അത് ചെയ്യേണ്ട എന്നുള്ളത് പറഞ്ഞത്. ആൻഡ് ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10th ആണെന്നുണ്ടെങ്കിലും +1 ആണെങ്കിലും +2 ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും റിസൾട്ടാണ് ഇപ്പോൾ വരാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഫുൾ A+ കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര പെർസെൻറ്റേജ് കിട്ടിയില്ല എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കരയെ വിഷമിക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നിങ്ങളെ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ വീട്ടുകാരോ ചിലപ്പോൾ പറയും, അവനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുക, നിന്നെ അവളെയൊക്കെ ആ ഒരു ടീച്ചർ തന്നെയല്ലേ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെയല്ലേ ആ കുട്ടിയും പഠിക്കുന്നത്, എന്നിട്ട് എന്താണ് നിനക്ക് ഇത്ര മാർക്ക് കുറവും അവർക്ക് ഇത്ര മാർക്ക് കൂടുതലും എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും ബോദർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ വിടുക കേട്ടോ. അതൊക്കെ ഓവറായിട്ട് നിങ്ങളുടെ മൈൻഡിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിനി അപ്കമിങ് പഠിക്കാനുള്ളതിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതൊന്നും നിങ്ങൾ ചിന്തിക്കാണ്ടിരിക്കുക. ആൻഡ് അത് മാത്രമല്ല, ഇപ്പം എന്തായാലും കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഇനിയിപ്പോൾ 10th റിസൾട്ട് വന്നിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി +1 പോകുന്നത്. അപ്പോൾ +1 അടിപൊളിയായിട്ട് ബെറ്റർ ആക്കാനായിട്ട് നോക്കുക. അതുപോലെ +2 കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇനി കോളേജിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക, അത് ബെറ്റർ ആക്കാൻ നോക്കുക. +1 കഴിഞ്ഞിട്ടുള്ളവർ +2 നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കിയിട്ട് ഫുൾ A+ എത്തിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയണത്, നിങ്ങൾക്ക് ഇനി അഡ്മിഷൻസ് കിട്ടില്ലേ, അല്ലെങ്കിൽ എനിക്ക് എവിടെയും ജോയിൻ ചെയ്യാൻ പറ്റില്ലേ എന്നൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അഡ്മിഷൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 10th കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല ഗവൺമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഒരു 75 to നല്ല പെർസെൻറ്റേജ് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓൾറെഡി എൻട്രൻസ് എഴുതിയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി അലോട്ട്മെൻറ്റ് ചെയ്യാം. അല്ലാതെ വേറെ ചില യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എഴുതേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ അഡ്മിഷൻസ് ഒക്കെ റെഡി ആയിട്ട് കിട്ടും. സോ അതൊന്നും നിങ്ങൾ ആലോചിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത്രയും നേരം ഈ ഒരു കുറച്ച് മിനിറ്റിൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും ടെൻഷൻ റിലീഫ് ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾ ഇനി ഒന്നിനെ പറ്റിയും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബി കറേജസ് ആൻഡ് ബി ബ്രേവ്. നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് മറ്റാരെക്കാട്ടിലും നന്നായിട്ട് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത്. സോ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു കഴിവിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക് റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിസൾട്ട്, അല്ലെങ്കിൽ ഇനി അപ്കമിങ് 2-3 ആഴ്ചയിൽ നിങ്ങൾ കാണാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. സോ പ്ലീസ് ഷുവർ യു ആർ ഹാപ്പി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ ഗൈസ്. ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.